ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കാണുന്നത് ഇതൊരു 5.1 ഡിജിറ്റൽ ആംപ്ലിഫയർ ആണ്. നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള കായംകുളത്തുള്ള പ്രശാന്തിന് വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഇത് റീവർക്കിന് വന്ന ആംപ്ലിഫയർ ആണ്. പക്ഷേ നമ്മൾ കേബിനറ്റ് ഉൾപ്പെടെ ഫ്രണ്ട് പാനൽ ഉൾപ്പെടെ എല്ലാം മാറ്റിയിട്ടുണ്ട്. അവർക്ക് HDMI ഒപ്റ്റിക്കൽ ഓപ്ഷൻസ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് ജിടെക്കിൻ്റെ റിമോട്ട് കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. DSP കിറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഫ്രണ്ട് പാനൽ നോക്കാം. ഫ്രണ്ട് പാനൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം തകരപ്പറമ്പിലുള്ള ദീപ ഡിസൈൻസാണ്. ബിൻസു ചേട്ടൻ്റെ ഡിസൈനിങ് ആണ്. ആദ്യമായിട്ട് നമ്മൾ ഫ്രണ്ട് ലെഫ്റ്റിലായിട്ട് സബ് വൂഫറിന് കൺട്രോൾ ചെയ്യാനുള്ളൊരു വോളിയം കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെ ആംപ്ലിഫയറിൻ്റെ പവർ ഓൺ ഓഫ് സ്വിച്ച്, ലെഫ്റ്റ് റൈറ്റ് ചാനലിന് ബേസ് സ്റ്റബിൾ നമ്മൾ ഈ കിറ്റിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു പ്രത്യേക ഒരു ബോർഡ് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബേസാണിത്. ഇത് ട്രിബിള്, നമ്മുടെ മാസ്റ്റർ കൺട്രോൾ, USB സോക്കറ്റ്, ഇങ്ങനെയാണ് ഫ്രണ്ടിൽ വരുന്നത്. നമുക്ക് ആംപ്ലിഫയറിൻ്റെ പിൻവശം നോക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ബാക്ക് സൈഡ്. നമ്മുടെ DSP കിറ്റിൽ വരുന്ന ഇൻപുട്ട് സെക്ഷനാണ് ബാക്കിൽ വരുന്നത്, ഈ ഒരു ഭാഗം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കൂളിംഗ് ഫാനാണ്. സ്പീക്കർ കണക്ട് ചെയ്യാനായിട്ട് 3 സ്പീക്കർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പവർ സെക്ഷനായിട്ട് ഒരു കമ്പ്യൂട്ടർ കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സോക്കറ്റ് വിത്ത് ഫ്യൂസ് ഉള്ളൊരു സോക്കറ്റാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. ആംപ്ലിഫയറിൻ്റെ ഉൾവശം നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ്. ആദ്യമായിട്ട് പവർ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഇത് 27027 12 ആംപിയർ ട്രാൻസ്ഫോമറാണ്. ഇത് ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്നൊരു ട്രാൻസ്ഫോമറാണ്. ഇത് നമ്മുടെ 5 ചാനലിന് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റെക്ടിഫയർ സെക്ഷനായിട്ട് 1000 MFT 80 വോൾട്ട് കപ്പാസിറ്റി രണ്ടെണ്ണം ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതിനകത്തുണ്ടായിരുന്നു. ഈ ട്രാൻസ്ഫോമർ 4040 10 ആംപിയർ ആണ്. അത് നമ്മുടെ സബ് വൂഫറിന് വേണ്ടി കൊടുത്തേക്കുവാണ്. അതിൻ്റെ റെക്ടിഫയർ സെക്ഷനായിട്ട് 1000 MFT 100 വാട്ടിനായിട്ട് കപ്പാസിറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ 5 ചാനലിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ 4 ചാനലും, അതായത് ഫ്രണ്ട് ലെഫ്റ്റ്, ഫ്രണ്ട് റൈറ്റ്, സറൗണ്ട് ലെഫ്റ്റ്, സറൗണ്ട് റൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഡിടെക്കിൻ്റെ AB300 എന്ന് പറയുന്ന മോഡലുള്ളൊരു ബോർഡാണ്. സെൻറ്ററിന് കൊടുത്തേക്കുന്നത് വസന്തിൻ്റെ ഒരു മോണോ ബോർഡാണ്. നമ്മൾ പാരൽ മോണോ ബോർഡാണ് സെൻട്രൽ ചാനലിന് കൊടുത്തേക്കുന്നത്. സബ് വൂഫറിനായിട്ട് നമ്മുടെ വിപിൻ ചേട്ടൻ്റെ ലുമി VSൻ്റെ ഒരു 6 ട്രാൻസിസ്റ്റർ വരുന്ന ബോർഡാണ് നമ്മൾ സബ് വൂഫറിന് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ബാസ്റ്റോഡ് ബോർഡായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതും ലുമി VSൻ്റെ ബോർഡ് തന്നെയാണ്. സബിൻ്റെ ഫിൽറ്ററായിട്ട് പത്മ ഓഡിയോസ് അരുൺ ചേട്ടൻ്റെ ഒരു ബോർഡാണ് നമ്മളിതിൻ്റെ സബ് വൂഫർ ഫിൽറ്ററിന് കൊടുത്തേക്കുന്നത്. ഈ ഒരു പവർ സപ്ലൈ സബ് വൂഫറിൻ്റെ ഫിൽറ്റർ സൈഡും അതുപോലെ തന്നെ ബാസ്റ്റോഡ് ബോർഡിന് വേണ്ടി കൊടുത്തേക്കുവാണ്. നമ്മൾ 2 ബക്ക് ബോർഡ് ബക്ക് കൺവെർട്ടർ ആഡ് ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം വന്നിട്ട് ഫാനിനും ലൈറ്റിനും വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഒരെണ്ണം ജിടെക്കിൻ്റെ കിറ്റിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. 3 കൂളിംഗ് ഫാനുണ്ട്. ഇത് 2 അതേപോലെ തന്നെ ബാക്ക് സൈഡ് സബ് വൂഫറിനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് കിറ്റിൻ്റെ അടിയിലാണ് വെച്ചിരിക്കുന്നത്. 5.1. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഇൻസൈഡ്. അത്യാവശ്യം നല്ല രീതിയിൽ വയറിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു റീവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ ആംപ്ലിഫയർ അസംബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. നമ്മുടെ സ്ഥലം ട്രിവാൻഡ്രം തിരുമലയ്ക്കടുത്ത് കുന്നപ്പുഴ എന്ന സ്ഥലത്താണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, കേൾക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.